എത്രയോ കാസറ്റുകളിൽ. എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? 97 ഓണ കാസറ്റ് തൊട്ട്. അതും ഈ ദേമാവലിയും 10 ഓണത്തിടയ്ക്ക് പുട്ടുവെച്ചോടും 2 കാസറ്റുകളാണ്. ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ഇതിൽ പോകുന്ന ആൾ അതിൽ പോകരുത്, അതിൽ പോകുന്ന ആൾ ഇതിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ നിയമങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത ഒരേ ഒരാൾ ജോഷി ചേട്ടനാണ്. കാരണം 2 സ്ഥലത്ത് ഇത് ചെയ്യാൻ അധികാരവും പോകാനും ഉണ്ടായിരുന്ന ഒരേ ഒരാൾ. ഇന്നസെന്റ് ഏട്ടൻ ഒഫീഷ്യലി എന്റെ ശബ്ദം കൊടുക്കാൻ നിയോഗിച്ചിട്ടുള്ള ജോഷി. അതെ, ഒഫീഷ്യൽ അംഗീകാരമുള്ള ആളാണ്. ഈ ദേമാവലി കുമ്പത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടാണ് നമ്മുടെ സൈമൺ ജയ നവോദയ ഒന്നും ഉടക്കി. അങ്ങനെയാണ് ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ പുട്ടുകച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇന്നസെന്റ് ഏട്ടൻ ആദ്യമായിട്ട് പുട്ടുകച്ചവടം ചെയ്തു. അന്നത്തെ ആ കാസറ്റാണ് ഫ്ലോപ്പായ കാസറ്റ്. അല്ല, അതായത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, അന്ന് ജോഷി ചേട്ടനും അതിന്റെ പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടു. കാസറ്റ് കച്ചവടത്തിൽ കാസറ്റുകാർക്ക് ഇത്തിരി ധനമൊക്കെ ആയതുകൊണ്ട് അവർ ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ കൊണ്ടുവന്ന് ചെയ്യിച്ചു. ആ കൊല്ലമാണ് ആദ്യമായിട്ട് ഇത്തവണ മിമിക്രി നന്നായില്ല എന്ന് നാട്ടുകാർ പറഞ്ഞത്. കാരണം കാസറ്റിലെ ശബ്ദം ജോഷിച്ചേട്ടന്റെ ശബ്ദം കേട്ട് കേട്ട് നിൽക്കുന്ന ബിൽഡപ്പിന് വ്യത്യാസമുണ്ട്. അത് വേറൊരു പേസ് ആണ്. ഇന്നസെന്റ് ഏട്ടൻ ഒറിജിനൽ സൗണ്ട് കൊടുത്താൽ അത്ര ആ പേസ് കിട്ടത്തില്ല. അദ്ദേഹം എക്സാജറേഷൻ വരുമ്പോഴാണ് ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉണ്ട് കാസറ്റ് ചെയ്യുന്നതിന്. ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മിമിക്രി ചെയ്യുമ്പോൾ ഒരു എക്സാജറേഷനിൽ വരുമ്പോഴാണ്. അത് മാത്രമല്ല, പിന്നെ പുട്ടുകച്ചവടം ചെയ്തപ്പോൾ എന്നെ വിളിച്ചു. ഇന്നസെന്റ് ഏട്ടൻ ഒറിജിനൽ ചെയ്യുന്നു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, നീ ആ വലിയ കയറ്റിയെടുക്കുന്ന ഒരു സാധനമില്ലേ, എൻ്റെ അമ്മ ആ സാധനം ഒന്ന് പഠിപ്പിച്ചേ, ആ ചിരിക്കൊന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചതെന്നാ ഞാൻ ഇതുകൊണ്ട് ഇന്നസെന്റിന്റെ ശബ്ദം സ്റ്റുഡിയോയിലിരുന്ന് ജോഷി ചേട്ടൻ പറഞ്ഞു കൊടുക്കും, ചേട്ടാ അവിടെ എൻ്റെ അമ്മേ എന്ന് പറയുന്ന അദ്ദേഹം അത് കേട്ട് ചെയ്യേണ്ട പറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത്.